പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ വാരാന്ത്യ ധ്യാനത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദേവാലയവും കൂദാശകളുമായിട്ട് എന്തുമാത്രം നമ്മൾ ആത്മീയമായി ഒരുക്കത്തോടുകൂടി സമീപിക്കണം എന്ന ആദ്യ ദിവസം നമ്മൾ കണ്ടു. 2-ാം ദിവസം മനസ്സിൻ്റെ ഭാരങ്ങൾ, വിഷാദരോഗം, ആത്മഹത്യ പ്രവണത, ആ മേഖലയിൽ ഉള്ള വിടുതലിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. വചനം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ പ്രഘോഷണം കൊണ്ട് വലിയ ആവശ്യം കേരളക്കരയിലില്ല. ശക്തിയാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ ഈ മേഖല സമർപ്പിച്ച് പിന്നീട് നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ നമ്മൾ ചിന്തിക്കുന്നത് യേശുക്രിസ്തു അന്തിമ ദിനം വിധി ദിവസത്തിൽ സ്വർഗമോ നരകമോ തരുന്നത് പരസ്നേഹ പ്രവൃത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് കരകയറി ഒരു രൂപ പോലും നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പണം, നമ്മുടെ കയ്യിലുള്ള പണം, അത് ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ഉപയോഗിക്കാൻ ആ വിധവ 2 ചെമ്പ് കാശ് സമർപ്പിച്ച ആ മനോഭാവം നമുക്ക് ലഭിക്കാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുവഴി ഇങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഒത്തിരി ബന്ധനങ്ങൾ, നമ്മുടെ സ്ഥാപനം, കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവമേ, ഭോഷനായ ധനികൻ്റെ മനോഭാവം ഞങ്ങളിൽ അനേകം പേർക്ക് എങ്ങനെയോ രൂപപ്പെട്ടു. അനേക വർഷത്തേക്ക് എനിക്ക് വേണ്ടി ഞാൻ സംഭരിച്ച് വെച്ചിരിക്കും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആ മനോഭാവത്തിൽ നിന്ന് മാറി ജോസഫിൻ്റെ ആ മനോഭാവം, യാക്കോബിൻ്റെ 12 മക്കൾ ഇളയ മകൻ ജോസഫ് പറഞ്ഞതുപോലെ, സഹോദരങ്ങളോട് പറഞ്ഞതുപോലെ, ഈജിപ്തിൽ ഫറവോ കഴിഞ്ഞാൽ 2-ാം സ്ഥാനത്തേക്ക് ദൈവം എന്നെ ഉയർത്തിയെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ ദൈവം ഉയർത്തിയത്. ഇന്നെനിക്ക് ഈ പണമുണ്ട്, ഈ കഴിവുണ്ട്, ഈ മേഖലയിൽ ദൈവം എന്നെ ഉയർത്തിയെങ്കിൽ അതെനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രമല്ല, ഇല്ലാത്തവർക്ക് കൂടി വേണ്ടിയാണ് ദൈവം എന്നെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നത്. ഈ ചിന്ത ഇല്ലാത്തവർക്ക് ഈ ചെറിയ ശുശ്രൂഷയിലൂടെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് 10-40 വർഷത്തെ വചന ശുശ്രൂഷയിലൂടെ ജനകോടികളിൽ ഈ ചിന്ത രൂപപ്പെട്ടു, അവർ ജീവിതം ക്രമീകരിച്ചു. ഇനിയും ദാനധർമ്മശീലത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് ദാനധർമ്മം ചെയ്യാം എന്ന് ചിന്തിക്കുന്ന മണ്ടത്തരത്തിൽ നിന്ന് ഉള്ളതിൻ്റെ ഓഹരി കൊടുക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവരെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദിമസഭയിൽ പത്രോസ്ലീഹയുടെ പ്രസംഗം കേട്ട് 3000 പേര് മാമോദീസ സ്വീകരിച്ചു. അങ്ങനെ സഭ രൂപപ്പെട്ടു. ആ സഭയുടെ ചില പ്രത്യേകതകൾ, അവരനുദിനം അപ്പം മുറിക്കൽ ശുശ്രൂഷ, ദേവാലയത്തിൽ, ഭവനത്തിൽ, കൂട്ടായ്മ, പ്രാർത്ഥന, അതിൽ അവർ പങ്കുചേർന്നിരുന്നു. ഒപ്പം തന്നെ അവരുടെ പ്രത്യേകത കാരുണ്യ പ്രവൃത്തിയും അത് അവരുടെ ഒരു ഭാഗമായിരുന്നു. പലപ്പോഴും നമ്മുടെ ഇന്നത്തെ എല്ലാവരുടെയും അല്ല, ചിലരുടെയെങ്കിലും ജീവിതം ആ പ്രാർത്ഥനയിൽ മാത്രം അങ്ങ് ഒതുങ്ങിപ്പോകുക, ദേവാലയത്തിൽ മാത്രം അങ്ങ് ഒതുങ്ങിപ്പോകുക, അതിൻ്റെ അപ്പുറത്തേക്ക് പലപ്പോഴും കാണുന്നില്ല. ആ സമരിയാക്കാരൻ്റെ ഉപമയിൽ ഈശോ പറഞ്ഞ പോലെ മുറിവേറ്റ് കിടക്കുന്ന ആ മനുഷ്യനെ കണ്ട് ദൂരത്തോടെ മാറിപ്പോയതുപോലെ ആ ഒരു മനോഭാവം രൂപപ്പെട്ടിട്ടുണ്ട്. 10-40 വർഷം വചനം പ്രഘോഷിച്ചിട്ടും ആ മേഖലയിലേക്ക് ഇനിയും ജീവിതത്തിൽ ഒരു പരിവർത്തനം ആവശ്യമാണ് എന്ന് തോന്നാത്ത ധാരാളം പേരുണ്ട്. ഒരു കാര്യം മുൻകൂട്ടി പറയുകയാണ്, ബൈബിളിൽ പലപ്പോഴും പകർച്ചവ്യാധി, ക്ഷാമം, ഇത് രണ്ടും ഇങ്ങനെ ഏകദേശം അടുത്തടുത്തായിട്ടായിരിക്കും പറയുന്നത്. ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഒരു പകർച്ചവ്യാധി. ഇവിടെ വസൂരി പോലുള്ള അസുഖം ഉണ്ടായിട്ടുണ്ട്, മറ്റ് പല അസുഖം ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രദേശത്തുണ്ടാകുന്നു, കുറേ കഴിയുന്നു, കുറേ പേര് മരിക്കുന്നു, അദ്ദേഹം സുഖപ്പെട്ടു പോകുന്നു. പക്ഷേ ഒരു വൈറസിന് ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിക്കാൻ പറ്റുമെന്ന് നിരീശ്വരവാദിയുടെയും യുക്തിവാദിയുടെയും ഈശ്വരവിശ്വാസിയുടെയും
കണ്ണ് തുറപ്പിച്ചൊരു സംഭവമാണ് ഇപ്പം നടന്നിട്ടുള്ളത്. ഫ്ലൈറ്റുകൾ നിശ്ചലമാകുന്നു, ട്രെയിൻ നിശ്ചലമാകുന്നു, എല്ലാം ലോകം സ്തംഭിപ്പിക്കുന്നു ഒരു വൈറസ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും പലർക്ക് വെല്ലുവിളിക്കുമായിരുന്നു, എവിടെ പോയി നിങ്ങളുടെ ദൈവം? മറിച്ചും നമുക്ക് ശാസ്ത്രമാണ് ദൈവമെങ്കിൽ ചോദിക്കാമല്ലോ, എവിടെ പോയി നിങ്ങളുടെ ശാസ്ത്രം? അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ അർത്ഥമുണ്ട്. നമ്മൾ ആ തലത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് ഇത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. ഒരു പക്ഷേ ഒരു വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നമ്മുടെ നാട് അല്ലെങ്കിൽ ലോകം നീങ്ങാൻ സാധ്യതയുണ്ട്. ഈശോ പറയുന്നത് അന്ത്യ ദിനത്തെക്കുറിച്ച് ഉള്ള സൂചനയിൽ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ യുദ്ധം, ക്ഷാമം, പകർച്ചവ്യാധി, ആഭ്യന്തര കലാപം, വിശ്വാസ തകർച്ച, ഇതൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴ് ഒരു 10 വർഷമെങ്കിലും പിന്നോട്ടടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ അതിർത്തിയിൽ ഈ പറഞ്ഞ സ്ഥലമൊക്കെ മിലിറ്ററിയിലായിരിക്കുമ്പോൾ അവിടെയൊക്കെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ സൈന്യത്തെയും മറ്റ് യുദ്ധോപകരണങ്ങൾ എത്തിക്കുന്നതിൻ്റെ ചിലവ് തന്നെ നോക്കിയാൽ ഒരു 10 വർഷം നമ്മൾ പിന്നോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അതൊന്നും പൊട്ടിപ്പുറപ്പെട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ രോഗം മൂലം എത്രയോ കോടികളുടെ ജോലിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കേരളം ഇത്രമാത്രം അഭിവൃദ്ധിയിൽ ജീവിക്കാനുള്ള കാരണം നമ്മുടെ ഭരണാധികാരികളുടെ മിടുക്ക് മാത്രമല്ല. ഇവിടുന്ന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ സാമ്പത്തികം കേരളത്തിലേക്ക് ഒഴുകുന്നു. അതാണ് കേരളത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അവിടെയാണ് കോടികളുടെ ജോലികൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഒത്തിരി സ്ഥാപനങ്ങൾ അവിടെ പൂട്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ സ്ഥാപനങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുക. ഇവരൊക്കെ ഈ കൊച്ചു കേരളത്തിലേക്കാണ് വരുന്നത്. ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പം നമുക്ക് ധാന്യമുണ്ട്. ഒരുപക്ഷെ ഒരു സ്ഥലത്ത് വെള്ളപ്പൊക്കം മൂലം ധാന്യം നശിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് വരൾച്ച മൂലം, മറ്റൊരു സ്ഥലത്ത് രോഗം മൂലം അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. മനുഷ്യർക്ക് ഡോളർ ഉണ്ടെങ്കിലും ഭക്ഷണത്തിന് ധാന്യം തന്നെ വേണമല്ലോ. പിന്നെ ഒരു വലിയ ക്ഷാമമായിരിക്കാം പടിവാതിക്കൽ വന്ന് എത്തി നിൽക്കുന്നത്. ആദിമസഭയിലെ വിശ്വാസികളെ പോലെ നമ്മുടെ വിശ്വാസികളെ ബോധവാന്മാരാക്കണം. ആദിമസഭയിൽ ബലി അർപ്പിക്കാൻ വരുമ്പോൾ അവർ കാഴ്ചവസ്തു കൊണ്ടുവരുമായിരുന്നു. ആ കാഴ്ചവസ്തുവിൻ്റെ കൂടെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയ തുക അവർ കൊണ്ടുവരുമായിരുന്നു. അത് ദേവാലയത്തിൽ സ്വീകരിച്ച് അർഹിക്കുന്നവർക്ക് അത് പങ്കുവെച്ച് കൊടുക്കുമായിരുന്നു. ഇന്നലെ വരെ നല്ല നിലയിൽ കഴിഞ്ഞ പല വ്യക്തികളുമായിരിക്കാം, പക്ഷേ അവർ സഹായം അറിയിക്കുന്നവർ കേരളത്തിൽ വലിയൊരു നിര തന്നെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഓരോ ഇടവകയിലും സഹായം അറിയിക്കുന്നവരെ കണ്ടെത്തി അവരെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ തൊഴിൽ. ഇപ്പോൾ ഒരു സഹോദരൻ ഈ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. വർഷങ്ങളായി ഈ മേഖലയിൽ ഇപ്പോൾ ധ്യാനമില്ല, വരുമാനമെല്ലാം നിലച്ചു, വീട്ടിലെ സ്ഥിതി മോശമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഒരു യന്ത്രം, ഒരു ചെറിയൊരു യന്ത്രം, ഏതോ 20-25,000 രൂപ വിലയുള്ളൊരു യന്ത്രമാണ്. ആ യന്ത്രം വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അധ്വാനിച്ച് കുടുംബം പോറ്റാം എന്നുള്ളതാണ്. അദ്ദേഹം ആ വഴി കണ്ടെത്തി. അപ്പം ഇങ്ങനെ നമ്മൾ ഈ നാട്ടിലേക്ക് വരുന്നവർക്ക് വിശുദ്ധ മദർ തെരേസ്യ പറയുമല്ലോ, ഒരു മീൻ കൊടുക്കുന്നതിന് പകരം ഒരു ചൂണ്ട കൊടുക്കുക. മീൻ കൊടുത്തു, അതിനെ വറുത്ത് തിന്നു, വിശപ്പ് മാറി, വീണ്ടും വിശക്കും. ചൂണ്ട കൊടുക്കുകയാണെങ്കിലോ ഒരു വരുമാന മാർഗം തുറന്നു കൊടുക്കുക. ഈ വരുന്ന വ്യക്തികളെക്കുറിച്ച് ഗവൺമെൻറ് ചിന്തിക്കുമായിരിക്കും, ഇല്ലായിരിക്കാം. പക്ഷേ നമുക്കും ഒരു കടമയുണ്ട്. നമ്മുടെ അതാത് ഇടവകയിൽ ഇങ്ങനെ വരുന്ന എല്ലാവരും ആരുടെയും സഹായം ആവശ്യമുള്ളവരായിരിക്കില്ല. അവിടുന്ന് വരുന്ന പലരും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിവുള്ളവരും ആ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ സഹായിച്ചിട്ടുള്ളവരും ആ കൂട്ടത്തിൽ വരാം. അതിൽ ചുരുക്കം ചിലരായിരിക്കാം എല്ലാം നഷ്ടപ്പെട്ട് കടന്നു വരുന്നത്. അവരെ കൂടി നമ്മുടെ പദ്ധതിയിൽ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മുടെ ദേവാലയങ്ങളിൽ ഈ ഞായറാഴ്ച തുച്ഛമായൊരു കാണിക്കയ്ക്ക് പുറമെ നമ്മുടെ ദശാംശം ശക്തമായ രീതിയിൽ മറ്റ് സഭകൾ പഠിപ്പിക്കുന്ന പോലെ തന്നെ ദശാംശം നമ്മൾ മാറ്റിവെക്കണം. അതൊരു കൽപ്പനയായിട്ട് വേദപാഠ ക്ലാസ് മുതൽ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബൈബിൾ, നമ്മൾ ഇത്രയും വലിയ സംഖ്യയുള്ള ജനക്കൂട്ടമുള്ള സഭയിൽ ഇത്രയും അംഗങ്ങളുണ്ടായിട്ടും ഈ ബൈബിൾ നമുക്കൊന്ന് സൗജന്യമായിട്ടൊന്നും കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മുടെ 1/3 പോലും ഇല്ലാത്തവർ അവർ ലോകം മുഴുവനും സൗജന്യമായിട്ട് ബൈബിൾ വിതരണം ചെയ്യുക. ട്രെയിനിൽ, ആശുപത്രിയിൽ, ഉത്തരേന്ത്യയിൽ ചെന്നപ്പോൾ അവിടെ എല്ലാം അവർ കൊടുത്തിട്ട് പോയി. ഈ പണം എവിടെ നിന്നാണ് വരുന്നത്? അവരെ പഠിപ്പിക്കുന്നുണ്ട്. ദശാംശത്തെക്കുറിച്ച് അവരുടെ രക്തത്തിൽ അലിയിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ദശാംശം കൃത്യമായിട്ട് സഭയിലേക്ക്, അവരുടെ എല്ലാ വരുമാനത്തിൻ്റെയും ദശാംശം അത് മനസ്സരിച്ചും തരുന്നപ്പോഴാണ് ഞാൻ കൊടുക്കുന്ന ഈ പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുള്ള ബോധ്യം കിട്ടണം. അപ്പോൾ നമ്മുടെ ഈ സംവിധാനം തന്നെ ഞാനെടുത്ത് പറയാറുണ്ട്, പലയിടത്തും ഞാൻ പ്രസംഗിച്ചതാണ്. ഈ 40 വർഷം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിൽ മന്ന കൊടുത്ത് ദൈവം പോറ്റിയ
ആ അത്ഭുതത്തെക്കാൾ വലിയ അത്ഭുതമാണ് ഒരു പരസ്യവും സ്വീകരിക്കാതെ ഒരു ചാനൽ, ഒരു ആത്മീയ ശുശ്രൂഷയുടെ ചാനൽ ശാലവും ഇങ്ങനെ നിലനിൽക്കുന്നത് അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. അപ്പം ഇതിന് പലരും സംഭാവന ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഈ പണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു കാര്യത്തിനാണ് ഞാൻ ചെയ്യുന്നത്. ഇതുവഴി ദൈവവചനം ലോകം മുഴുവൻ പ്രചരിക്കുന്നു, ഇതുവഴി കുടുംബങ്ങൾ നവീകരിക്കപ്പെടുന്നു. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ചില്ലിക്കാശുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടുന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ബോധ്യം വരുമ്പോൾ ഇപ്പോൾ ഡിവൈൻ പോലെയുള്ള ധ്യാന മന്ദിരങ്ങൾ ഇതെല്ലാം ഉയർന്നു വന്നത് ഒത്തിരി പേരുടെ പങ്കുവയ്ക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉയർന്നു വന്നത്. ആ ഭാഗത്ത് ശുശ്രൂഷ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇവരെ കൂടി നമ്മൾ ഇടവക തലത്തിൽ ഒരു ഫണ്ട് സ്വരുക്കൂട്ടേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ വിധവകളാകാം, രോഗികളാകാം. അതെൻ്റെ പടിവാതിൽക്കൽ കിടക്കുന്ന ലാസറാണെന്ന് തിരിച്ചറിയണം. ആ ഇടവകയിലുള്ള കുടുംബങ്ങളിൽ ഇപ്പോൾ 1000 2000 വീട്ടുകാരുണ്ടെങ്കിൽ, 100 500 വീട്ടുകാരുണ്ടെങ്കിൽ, 100 200 വീട്ടുകാരുണ്ടെങ്കിൽ ഇതിൽ 5 10 വ്യക്തികളായിരിക്കാം ചിലപ്പോൾ സഹായം അറിയിക്കുന്നത്. അങ്ങനെ അവിടെ സഹായം എത്തുന്നുണ്ട്. ധാരാളം ഇടവകയിൽ ഞാൻ ധ്യാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ആൾക്കാരുടെ മുമ്പിൽ അക്ഷയപാത്രം എന്ന് പറഞ്ഞൊരു പാത്രം വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇടവക ജനം ആരും അറിയാതെ അതിൽ അരി മറ്റ് സാധനങ്ങൾ നിക്ഷേപിക്കുന്നു. അവിടെ ആരുടെയും കണക്കൊന്നും വെച്ച് എഴുതിയിട്ടില്ല. ഇല്ലാത്തവർക്ക് വന്ന് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ നല്ലൊരു രീതിയാണത്. പക്ഷേ അതിൽ നിന്നും കൂടി കുറച്ചുകൂടി നമ്മൾ പുരോഗമിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് സംവിധാനം തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആദിമസഭയ്ക്ക് അത് ഉണ്ടായിരുന്നു. അപ്പോൾ സഭയുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗവും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികൾ, സ്ഥാപനങ്ങൾ, സ്കൂൾ, കോളേജുകൾ, സമ്പന്നരുടെ മക്കൾ പഠിക്കുന്നു, നമ്മൾ ഫീസ് വാങ്ങിക്കുന്നു. ഒരു ദരിദ്രൻ്റെ മക്കൾക്കും അവിടെ അതേപോലെ പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതാണ്. അപ്പോഴത് കാരുണ്യ പ്രവൃത്തിയായിട്ട് മാറും. ഇല്ലെങ്കിൽ നമ്മളത് കച്ചവടമായിട്ട് മാറും. അത് ഏത് മതസ്ഥർക്കും സ്കൂൾ, കോളേജ്, ആശുപത്രി പണിയാൻ സർക്കാരും പണിതിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ തുകയുടെ, പുട്ടവർത്തിയൊക്കെ വലിയ തുകയുടെ ചികിത്സകൾ, ഓപ്പറേഷൻ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും ഒരു കണ്ണിലൂടെയല്ല, അതിൻ്റെ ഒരു വാർഡ്, ഒരു ഭാഗമെങ്കിലും അവരുടെ കാര്യങ്ങൾ ഡോക്ടേഴ്സിന് ശമ്പളം കൊടുക്കണം, നല്ല കോടികൾ ചിലവുണ്ട് നടത്തിക്കൊണ്ടുപോകാൻ. അതിന് കഴിവുള്ളവർ നമ്മളത് വാങ്ങിക്കുന്നു. അതേസമയത്ത് പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യനവിടെ ഒരു ചികിത്സ നിഷേധിക്കപ്പെടാൻ പാടില്ല. പണമില്ലാത്തതിൻ്റെ പേരിൽ, മറ്റെന്തെങ്കിലും കൊടുക്കാത്തതിൻ്റെ പേരിൽ പാവപ്പെട്ട് പഠിച്ച് പാസ്സായ ഒരു കുട്ടി, ആരെങ്കിലുമൊക്കെ കരുണ കാണിച്ചിട്ടാണ് അവർ പഠിച്ചത്, ആ കുട്ടിക്കൊരു ജോലി കൊടുക്കാൻ നമ്മൾ പണം ഒരു തടസ്സമായിട്ട് മാറാൻ പാടില്ല. അങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ സ്കൂളുകൾ അത് ദൈവം കൽപ്പിക്കുന്നുണ്ടില്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരിക തന്നെ ചെയ്യും. അങ്ങനെ ആദിമസഭയിലുണ്ടായിരുന്ന വെറും സ്തുതിയും പ്രാർത്ഥനയും അപ്പം മുറിക്കൽ ശുശ്രൂഷ മാത്രമായിരുന്നില്ല. അവർ അതിനോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തിക്ക് ഒരു മുൻതൂക്കം കൊടുത്തിരുന്നു. എങ്കിലും നമ്മുടെ സഭ, യേശു സ്ഥാപിച്ച സഭ പൂർണ്ണമാകും. അത് സമ്പത്തുണ്ടാക്കുന്ന രീതിയായിട്ട് മാറാൻ പാടില്ല. അങ്ങനെ നമ്മൾ സമ്പത്തുണ്ടാക്കി കഴിയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നാളെ വലിയ ദുരന്തം ഈ മേഖലയിൽ വരാൻ പോകും. ഇതെല്ലാം കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇനിയും നമ്മൾ ഈ സ്വരുക്കൂട്ടി വെച്ചത് ഇതൊരു പക്ഷേ നമ്മുടെ പിടിയിൽ നിന്ന് ഇത് എടുക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതൊരു പക്ഷേ ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടി ആയിരിക്കാം എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, അധാർമികമായ സമ്പത്ത് കൊണ്ട് നീ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുക. അത് നിന്നെ കൈവിടുമ്പോൾ അവർ നിന്നെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ഏതാ അധാർമികമായ സമ്പത്ത്? കള്ള് വിറ്റിട്ടും കഞ്ചാവ് വിറ്റിട്ടും കള്ളക്കടത്ത് ഉണ്ടാക്കിയിട്ടും പണമുണ്ടാക്കിയിട്ട് സ്നേഹിതരെ സമ്പാദിച്ചാന്നോണോ? അല്ല. നശിക്കുന്ന സമ്പത്തുണ്ട്, നശിക്കാത്ത സമ്പത്തുണ്ട്. ദൈവികമായിട്ടുള്ള ദാനങ്ങൾ അത് നശിക്കുന്നതല്ല, അമൂല്യമാണ്. ഈ കറൻസി എന്ന് പറയുന്നതൊക്കെ നശിച്ചു പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള പണം അത് നശിക്കുന്ന സമ്പത്തായതുകൊണ്ട് അത് അധാർമിക സമ്പത്ത്. ഇതുകൊണ്ട് സ്നേഹിതരെ നേടിക്കൊള്ളുക. എന്താണത്? ഞാനൊരു പാവപ്പെട്ട വ്യക്തിക്ക് ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും വെച്ച് കൊടുക്കുക. അപ്പോൾ ദൈവം പറയാണ്, അന്തിമ വിധി ദിവസം എനിക്ക് ഭവനമില്ലായിരുന്നു, നീ എനിക്ക് ഭവനം തന്നു, അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുക. ഈ നശിച്ചു പോകുന്ന സമ്പത്ത് കൊണ്ട് വ്യക്തിയും കുടുംബവും സഭയും ഇതുപോലുള്ള ആത്മാക്കളെ നേടാനാവാറ്. ഇത് കൈവിട്ട് കഴിയുമ്പോൾ നാളെ ഈ സാധനം വല്ലവരിപ്പോൾ ഒരു ബില്ല് പാസ്സാക്കാനൊന്നും വലിയ താമസമൊന്നുമില്ല. അവിടെ ഏകപക്ഷമായിട്ട് മൃഗീയമായ പക്ഷത്തോടു കൂടി ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു ബില്ല് കൊണ്ടുവന്നാൽ അത് പാസ്സാകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമൊന്നുമില്ല. ദീർഘവീക്ഷണത്തോടു കൂടി ദൈവം നമ്മുടെ കയ്യിൽ തന്ന ഈ പണം അത് ദൈവം അറിയിക്കുന്ന വ്യക്തികൾക്ക്, ദൈവമക്കൾക്ക് അത് സഹായിച്ചില്ലെങ്കിൽ നാളെ ഇത് റാഞ്ചിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. ദൈവം ആഗ്രഹിക്കുന്നുണ്ടത്. അപ്പോൾ നമുക്ക് വെറും സുവിശേഷ പ്രസംഗവും കയ്യടിയും പ്രാർത്ഥനയും സ്തുതിപ്പും മാത്രം പോരാ, എന്നിൽ നിന്ന് തുടങ്ങണം, എന്നിൽ നിന്ന് ആരംഭിക്കണം. അതിന് മാതൃകയാണ് ആ വിധവയുടെ ചെമ്പ് കാശ്.
ആ ഈശോ പറഞ്ഞില്ലേ, അതിനെ പ്രശംസിച്ചില്ലേ, മറ്റെല്ലാവരേക്കാൾ കൂടുതൽ അവൾ നിക്ഷേപിച്ചു. അപ്പോസ്തലന്മാർക്ക് മനസ്സിലായില്ല, എത്രയോ വലിയ വലിയ തുക നിക്ഷേപിച്ചിരിക്കുന്നു. അവരൊക്കെ അവരുടെ 10% നിക്ഷേപിച്ചത്. ഇവൾക്ക് ആകെ ഒരു ചെമ്പ് തൊട്ട് 100% അവൾ നിക്ഷേപിച്ചത്. അപ്പോൾ എൻ്റെ രോഗം മാറി, എൻ്റെ കടം മാറി, എൻ്റെ സാമ്പത്തികം നില മെച്ചപ്പെട്ടിട്ട് ഞാൻ ദശാംശം മാറ്റിവെക്കും. ആ ചിന്താഗതി മാറ്റുക. കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന ഇപ്പം നമ്മൾ പറഞ്ഞത് ശാപമാണ്, പാപമാണ്, പൂർവികരുടെ പാപമാണെന്ന്. ഒന്നുമല്ല. ഒരുപക്ഷെ നമ്മുടെ സ്വാർത്ഥതയായിരിക്കാം അത് വേറെ വഴിക്ക് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ സഭയുടെ ഇതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ദരിദ്രം മറ്റ് മനുഷ്യർക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, ഭവനമില്ലാത്തവർക്ക് വേണ്ടി, വിവാഹത്തിന് സാമ്പത്തിക സഹായം ഇല്ലാത്തതുകൊണ്ട് പഠനത്തിന്, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഇടവക തലത്തിലും, വ്യക്തികൾ ചേർന്നതാണല്ലോ ഇടവക, പല തുള്ളി പെരുവെള്ളം ഒരു വ്യക്തിക്ക് ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാകും. ആ സമയത്തൊരു പ്രത്യേക ഫണ്ട് ഇവിടെ മുതലക്കൊടുത്ത് ഞങ്ങളുടെ ഇടവയിൽ അങ്ങനെയുണ്ട്, സ്നേഹനിധി എന്ന് പറഞ്ഞ്. ഇപ്പോൾ ചിലർ 1000 കൊടുക്കും, ചിലർ 10,000 കൊടുക്കും. അപ്പോൾ ആ സ്നേഹനിധിയിൽ നിന്ന് ഓരോ ഞായറാഴ്ചയും കിട്ടിയതിൻ്റെ കണക്കോടെ വായിക്കുന്നുണ്ട്. അത് ആർക്കൊക്കെ കൊടുത്തു അതിൻ്റെ കണക്കോടെ വായിക്കും. ആളുടെ പേരല്ല, ആ കൊടുത്ത തുക, ഇത്ര തുക വന്നു, ഇത്ര ഇവിടെ കൊടുത്തു. മറ്റ് വരുമാനങ്ങൾ ചിലപ്പോൾ വരാത്തപ്പോഴും കൊടുക്കാറുണ്ട്, പള്ളിയുടെ മറ്റു വരുമാനത്തിൽ നിന്ന്. ഇതുപോലെയായിരുന്നു ആദിമസഭ. അവരുടെ മേൽ കൃപാവരം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. 40 വർഷം കേരളക്കരയിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടും കേട്ടിട്ടും ഒരുപക്ഷെ പള്ളിയിൽ എല്ലാ ദിവസവും പോകില്ലായിരുന്നു, ഇപ്പോൾ പോകുന്നുണ്ടാകും. പണ്ട് പ്രാർത്ഥിക്കില്ലായിരുന്നു, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് അതൊക്കെ നല്ല കാര്യമാണ്. ആ കൂട്ടത്തിൽ പണ്ട് ദശാംശം കൊടുക്കില്ലായിരുന്നു, ഇപ്പം ഞാനത് കൊടുത്തു തുടങ്ങി. എന്നിട്ട് ദൈവം പറയും, ഒന്ന് പരീക്ഷിച്ച് നോക്കാനാണ് പറയുന്നത്. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത്, സകലത്തിൻ്റെയും 10-1 എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ, സ്വർഗ കവാടങ്ങൾ തുറന്ന് നിങ്ങളുടെ മേൽ ഞാൻ അനുഗ്രഹം വർഷിക്കില്ലേ എന്ന് നിങ്ങൾ എന്നെ പരീക്ഷിച്ച് നോക്കുന്ന ദൈവം പറയുന്നത്. ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല, ആ വചനം കേട്ട് ഇത് തുടങ്ങിയവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അവരുടെ മക്കളുടെ ജോലിയുടെ തടസ്സം മാറിയിട്ടുണ്ട്. അവരുടെ ബിസിനസ്സിന് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാർത്ഥതയാണ് പലപ്പോഴും അവരുടെ ദൈവകൃപ നഷ്ടപ്പെടാനുള്ള കാരണം തന്നെ സ്വാർത്ഥതയാണ്. ഒരേ സമയം 2 കിണർ കുഴിച്ച് ഒരു കിണറ്റിൽ നിന്ന് നാട്ടുകാരോട് പറയുക വെള്ളം എടുക്കാം, ഒരു കിണറ്റിൽ നിങ്ങളും ഉപയോഗിക്കരുത്, നാട്ടുകാരെ കൊണ്ടും തൊടിയിക്കരുത്. അത് പൊട്ടക്കിണറായിട്ട് മാറും. അത് ഇതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാധീനം, കഴിവ്, സമ്പത്ത്, അറിവ് അത് മറ്റു മക്കളുമായിട്ട് പങ്കുവെക്കുന്നില്ലെങ്കിൽ അത് പൊട്ടക്കിണറായിട്ട് മാറും. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അവസാന വിധിവാചകം പറയുമ്പോൾ എത്ര ദിവസം പള്ളിയിൽ പോയി, എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു, ഇതല്ല ദൈവം ചോദിക്കുന്നത്. ഈ പ്രാർത്ഥനയിലൂടെയും ഈ പള്ളിയിൽ പോക്കിലൂടെയും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള കൃപാവരം ദൈവത്തിന് സ്വീകരിക്കുക. ഈ നന്മ പ്രകടമാകുന്നത് പരസ്നേഹ പ്രവൃത്തിയിലൂടെയാണ്. അപ്പം നമ്മുടെ ചുറ്റുപാടിലും ലാസർമാരുണ്ട്, പടിവാതിൽ കിടക്കുന്ന ലാസറുണ്ട്. ആ ലാസറിന് അവരെ കണ്ടറിഞ്ഞ് അവരെന്നെടുത്ത് വന്ന് ചോദിക്കാൻ കാത്തിരിക്കേണ്ട. അതാതിപ്പോൾ നമ്മുടെ നല്ല സംവിധാനമുണ്ട്, ഇടവക വാർഡ് തിരിച്ചിട്ടുണ്ട്. ആ വാർഡിൽ ലീഡറോട് ആവശ്യപ്പെട്ടാൽ അറിയാമല്ലോ, അല്ലാതെ തന്നെ അച്ഛൻ അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പള്ളിയിൽ സംസാരിച്ചിട്ട് ഒരു പിരിവെടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല പള്ളികളും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നത്. കാരണം പണ്ടത്തെ പോലെയല്ല, ഇനി അങ്ങോട്ടുള്ള കാലം വലിയ ദുരന്തം, സാമ്പത്തിക ദുരന്തം നമ്മൾ അഭിമുഖീകരിക്കാനിരിക്കുകയാണ് ചെയ്യുന്നത്. അത് മുൻകൂട്ടി നമ്മൾ തയ്യാറാകണം. വിദേശ രാജ്യം എന്നുള്ള വലിയ വരുമാനം നിലയ്ക്കും, അവർ നാട്ടിലേക്ക് വരും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ തൊഴിലില്ലായ്മ ഉണ്ടാകും, നമ്മുടെ മൊത്തത്തിലുള്ള വരുമാനത്തെ അത് ബാധിക്കാം. അതുകൊണ്ട് മുൻകൂട്ടി പറയുകയാണ് ചെയ്തത്. ആദിമ സഭയുടെ ഒരു പ്രത്യേകത അതായിരുന്നു, അവരുടെ മേൽ കൃപാവരം സമൃദ്ധമായിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. അവരുടെ മേൽ കൃപാവരം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം അധ്യായം 4. ആരും തങ്ങളുടെ വസ്തുവകൾ സ്വന്തം എന്ന് പറഞ്ഞില്ല, എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ അത് സാധ്യമായിരിക്കില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യമായതാണ് തിരുവചനം പഠിപ്പിക്കുന്നത് ദശാംശം. 10 രൂപ കിട്ടുമ്പോൾ 9 രൂപ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഉപയോഗിക്കുക. 1 രൂപ എന്നെപ്പോലെ ഒരു നേരം വസ്ത്രം ധരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, മകളെ ഒന്ന് കെട്ടിച്ചുവിടാൻ, നല്ല വീട്ടിൽ ചോരാത്തൊരു വീട്ടിൽ കിടക്കാൻ, ഒരു മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ കരയുന്ന, ഒരിക്കൽ ടി വിയിൽ കണ്ടതാണ്, ഒരു സഹോദരി കരയാണ്. 5 രൂപ മതി കഞ്ഞി വാങ്ങിച്ചു, ക്യാൻറ്റീനിൽ കഞ്ഞി വാങ്ങിച്ച് രോഗിയായി കിടക്കുന്ന മകന് കഞ്ഞി വാങ്ങിച്ചു കൊടുക്കാൻ 5 രൂപ മതി. അതില്ലാത്തതിൻ്റെ പേരിൽ ഒരു അമ്മയുടെ കണ്ണുനീര്. ഒരു സഹോദരി മക്കൾ ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ 10-75 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി ചുമട്ടുതൊഴിലാളികൾ സംഘടിപ്പിച്ചു കൊടുത്ത ഒരു ഷെഡിനകത്ത് കിടക്കുന്നത്. ആ അമ്മച്ചിയുടെ പേടി, വാതിലില്ലാത്തതുകൊണ്ട് പട്ടി കയറി വരും രാത്രിക്ക്. അവിടെ ഇടവകയുണ്ടല്ലോ, അവിടെയും ക്രിസ്ത്യാനികളുണ്ടല്ലോ.
ഒരന്നമ്മ ചേട്ടത്തി 10-70 വയസ്സായൊരു ചേട്ടത്തി നാട്ടുകാരുടെ സഹായത്തോടെ 4 പലകയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വളഞ്ഞുകൂടി കിടക്കുക, നമ്മുടെ പടിവാതിൽ കിടക്കുന്ന ലാസറ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഗൗരവമായിട്ട് ചിന്തിക്കണം. ഇങ്ങനെ വല്ല ലാസറും എൻ്റെ വാർഡിൽ, എൻ്റെ ഇടവകയിലുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ ചെയ്യാൻ ആരെങ്കിലും ഒന്ന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായാൽ നല്ല മനസ്സുള്ളവരെ ദൈവം സൃഷ്ടിച്ചാക്കിയിട്ടുണ്ട്. എല്ലാ വാർഡിലും ഉണ്ട്, എല്ലാ ഇടവകയിലും ഉണ്ട്. ഒന്ന് സ്വരുക്കൂട്ടാൻ ഒരു നേതൃത്വം ഉണ്ടായാൽ മതി. അങ്ങനെ ഇനി വരുന്ന കാലം അവിടുന്ന് ഇങ്ങോട്ടായിരിക്കില്ല, നമ്മുടെ പോക്കറ്റിലേക്ക് ആയിരിക്കില്ല വരുന്നത്. അവർ പോക്കറ്റ് കാലിയായിട്ടായിരിക്കും വരുന്നത്. അവർ സഹായം അർഹിക്കുന്നവരായിട്ടായിരിക്കും വരുന്നത്. അവരെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട്. അപ്പോസ്തലപ്രവർത്തനം അധ്യായം 4:32. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുവകൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. ആ സാക്ഷിയാണ് വേണ്ടത്. ആ സാക്ഷ്യമാണ് പങ്കുവയ്ക്കേണ്ട സാക്ഷ്യം. ഇപ്പം നമ്മൾ ബൈബിൾ തുറന്ന് യേശു അങ്ങനെ ചെയ്തു, യേശു ഇങ്ങനെ ചെയ്തു എന്ന് പറയുക. ഞാൻ യേശു ചെയ്തതും അപ്പോസ്തലന്മാർ ചെയ്തത് പറഞ്ഞിട്ട് അതിന് ഘടകവിരുദ്ധമായിട്ട് ഞാൻ ജീവിക്കുക. പിന്നെ എൻ്റെ പ്രസംഗത്തിന് എന്താ അർത്ഥമുള്ളത്? യേശുവും അപ്പോസ്തലന്മാർ എന്താണോ ചെയ്തത് അതുപോലെ ജീവിച്ച് അതുപോലെ ചെയ്തൊരു പ്രസംഗമുണ്ട്. അതാണ് ഇനി കേരളക്കരയ്ക്ക് ആവശ്യം. ഈ വലിയ വാചകക്കസരത്തുള്ള പ്രസംഗമൊക്കെ നിൽക്കാൻ അധികം കാലം വേണ്ട. ഇപ്പം നിന്നല്ലോ 3 മാസം ഒരു ധ്യാനവും ഇല്ലല്ലോ. നോമ്പിൽ പോലും ഒരു ധ്യാനവും ഇല്ല. ഇങ്ങനൊരു സംവിധാനം ദൈവം മുൻകൂട്ടി ഒരുക്കിയതുകൊണ്ട് ഇങ്ങനൊരു സംവിധാനം നമുക്കുണ്ട്. മാധ്യമങ്ങളോട് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുന്നു. ഇതുകൂടി ഇല്ലെങ്കിലോ? അതല്ലേ ബൈബിൾ പറയുന്നത്, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കാൻ പോകുക. അത് ഭക്ഷണക്ഷാമമല്ല, ദൈവവചനത്തിന് വേണ്ടിയുള്ള ക്ഷാമം. പിന്നെ പ്രവാചകന്മാരില്ല, വചനമില്ല. എന്താ കാരണം? കൂടെ പറഞ്ഞിട്ടും അടയാളങ്ങളുടെ അത്ഭുതങ്ങളിലൂടെ പറഞ്ഞിട്ടും ജനം അത് തിരസ്കരിക്കുക. പറയുന്നവന് കേൾക്കുന്നവന് നാണമില്ലെങ്കിൽ പറയുന്നവനെങ്കിലും വേണമല്ലോ. പിന്നെ ദൈവം മിണ്ടിയില്ല. കേരളക്കരയിൽ ഇത്രയും കാലം പറഞ്ഞു, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊണ്ടു. ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ തള്ളിക്കളയുന്നവർ തള്ളിക്കളഞ്ഞു. ഇനി ഇവിടെ വലിയ വചന പ്രവർത്തനം ആവശ്യമില്ല. ഇനി എന്താ ആവശ്യം? കേട്ട വചനം ജീവിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഈ 10-40 വർഷം നമ്മൾ കേട്ട വചനം അത് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ആവശ്യം. പശു പുല്ല് തിന്നതിന് ശേഷം അത് ഉരുട്ടി വിഴുങ്ങി തൊഴുത്തിൽ പോയിട്ട് അയവിറക്കുന്ന പോലെ നമ്മൾ ഈ കേട്ട വചനങ്ങൾ അയവിറക്കി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒത്തിരി അറിവ് നേടിയതുകൊണ്ട് കാര്യമില്ല. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, സോളമൻ്റെ അറിവെനിക്ക് വേണ്ട, ആ കള്ളൻ്റെ അറിവെനിക്ക് തരണമേ. അത് മതി. സോളമനെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിയായി 1700 ഭാര്യമാരെയും 300 ഉപനാരിമാരെയും വെച്ച് അങ്ങനൊരു ജ്ഞാനം എനിക്ക് വേണ്ട. വിജാതി ആരാധനയിലേക്ക് പോകുന്ന ആ ദൈവശാസ്ത്രം എനിക്ക് വേണ്ട. ആ സോളമൻ്റെ ജ്ഞാനം എനിക്ക് വേണ്ട. ജീവിതം മുഴുവൻ കൊള്ളയും കൊലയുമായിട്ട് നടന്ന് മരക്കുരിശിൽ കിടന്ന് നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് സ്വർഗം സ്വന്തമാക്കി ആ ജ്ഞാനം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കള്ളൻ്റെ ജ്ഞാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വലിയ ദൈവശാസ്ത്രത്തിൽ വലിയ ഗ്രാഹ്യമുണ്ട്. അതിന് വിരുദ്ധമായിട്ട് ഞാൻ ജീവിക്കുകയാണെങ്കിൽ ആ അറിവുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? അപ്പം അതുകൊണ്ട് ഇതുവരെ കേട്ട വചനങ്ങൾ ഇനി ജീവിക്കേണ്ടതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വജീവിതത്തിൽ എവിടുന്ന് ആരംഭിക്കേണ്ടത്? മാർപ്പാപ്പയിൽ നിന്നല്ല ആരംഭിക്കേണ്ടത്, എന്നിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, ഓരോ വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അപ്പം അതിന് ശേഷം ഒരുപക്ഷെ പെൻഷൻ വാങ്ങുന്ന ഒരാളായിരിക്കാം, കൂലിപ്പണിക്ക് പോകുന്ന ഒരാളായിരിക്കാം. അതിൽ ദശാംശം മാറ്റിവെക്കുക. അങ്ങനെ ബഹുമാനപ്പെട്ട വികാരിച്ചൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഒരു സംഘടന ഓരോ ഇടവകയിലും ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ട് അന്യ സംസ്ഥാനത്തിൽ നിന്ന് വിദേശത്തിൽ നിന്ന് വരുന്ന വ്യക്തികളിൽ ഒരു പരസഹായം കൂടാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ, അതൊന്ന് അറിയിച്ചു കഴിഞ്ഞാൽ സഹായിക്കാനായിട്ട് ധാരാളം നല്ല മനസ്സുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ ഇവർ പറയുകയാണ്, അപ്പോസ്തലന്മാർ യേശു അങ്ങനെ പറഞ്ഞു, യേശു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിനോട് ഒപ്പം യേശു എങ്ങനെ ചെയ്തു, യേശുവിൻ്റെ ജീവിതം എന്തായിരുന്നു, അവിടുന്ന് പാവങ്ങളോട് കരുണ കാണിച്ചവനായിരുന്നു. അവിടെ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുക എന്ന് യൂദാസിനോട് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെന്താ വിചാരിച്ചത്? പാവങ്ങൾക്ക് വല്ലതും കൊടുക്കാനായിരിക്കും. പണസഞ്ചി യൂദാസിൻ്റെ ഇല്ല. അപ്പം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു കർത്താവിന്. ഇവിടെ ഒരു കുന്നന്താനം എന്ന് പറയുന്ന ഒരു മഠം, അപ്പം ആ സഹോദരികൾക്ക് വരുമാനമൊന്നുമില്ല. അവരുടെ വിശുദ്ധം പഠിപ്പിച്ചിരിക്കുന്ന കലവറ എപ്പോഴും കാലിയായിരിക്കണം. അവിടെ ആരെങ്കിലും കൊടുത്തു, അവിടെ അനാഥ ശിശുക്കൾ, ആർക്കും വേണ്ടാത്ത, ഒന്നും സ്വയം ചെയ്യാൻ പറ്റാത്ത മക്കളെ അവരെടുത്ത് പോറ്റുന്നു. വിദേശത്തുള്ള പലരും മക്കളെയും കൊണ്ട് വരുമ്പോൾ അവിടെ സന്ദർശിക്കുന്നുണ്ട്. വലിയൊരു ക്ലാസ് ആ കുട്ടികൾക്ക് കിട്ടുക. ഇങ്ങനെയും മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അവരുടെ വിശുദ്ധൻ വിശുദ്ധ കൊത്തളങ്കോ പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ്, നമ്മളൊന്നും സ്റ്റോക്ക് ചെയ്യരുത്.
കലവറ നിറഞ്ഞു കിടന്നാൽ പിന്നെ തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. അവരുടെ ആവശ്യത്തിൽ കൂടുതൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും മറ്റ് ഭവനങ്ങളിൽ ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്നു. അവിടെ എൻ്റെ ആവശ്യം വരുന്നില്ല. ഇല്ലാത്ത ഭവനങ്ങളിലേക്ക് അവരത് കൈമാറുന്നു. ഇതുപോലൊരു പങ്കുവെക്കേണ്ട സുവിശേഷം നമുക്ക് ആവശ്യമുണ്ട്. ഇതായിരുന്നു അപ്പോസ്തലന്മാർ ചെയ്തത്. വചനപ്രഭാഷണം നമ്മൾ ധാരാളം നടത്തി, കൗദാശി ജീവിതത്തിലേക്ക് ധാരാളം നമ്മൾ വന്നു. ഇനി നമ്മൾ കൈ അയഞ്ഞ് കൊടുക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് കൂടി വരേണ്ടതുണ്ട്. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടുകൂടി സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടും ഒന്നിച്ചു പോകേണ്ടതാണ്. ഒരു കാലം മാത്രം ഇങ്ങനെ വണ്ണം വെച്ച് വന്ന മന്ത്രരോഗമല്ലേ അത്. ആരോഗ്യമുള്ള ശരീരം എല്ലാ അവയവങ്ങൾക്കും വേണമല്ലോ ആരോഗ്യം. കുമ്പസാരമുണ്ട്, കുർബാനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പള്ളിപ്പോക്കുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പരസ്നേഹപ്രവൃത്തി ഇല്ലെങ്കിൽ അത് മന്ത് പിടിച്ച ഭക്തിയല്ലേ. ഒരു കാലം മാത്രം വണ്ണം വയ്ക്കുന്നൊരു ഭക്തിയല്ല. ഇതല്ലല്ലോ ആദിമസഭയുടെ രീതി. ഇതായിരുന്നല്ലോ ആദിമ ക്രിസ്ത്യാനികളുടെ രീതി. അപ്പം നമുക്ക് നമ്മുടെ ഇടയിൽ അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഇതിന്നും ജീവിക്കാൻ പറ്റും. ഇത് സാധ്യമാണിത്. അവരുടെ ഇടയിൽ അന്ന് അങ്ങനെ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആരുമില്ലാത്ത രീതിയിൽ പങ്കുവയ്ക്കൽ ശുശ്രൂഷയിലൂടെ അവർക്ക് സാധിച്ചെങ്കിൽ ഇതിന്നും സാധ്യമാണ്. മനസ്സുണ്ടായാൽ, ഒരു നേതൃത്വവും മനസ്സും ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ സുവിശേഷ പ്രസംഗം ആവശ്യത്തിലധികം കേരളക്കരയിൽ പ്രസംഗിച്ചു കഴിഞ്ഞു. ഇനി കേട്ട വചനം നമ്മൾ ജീവിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതിലൊരു ഭാഗമാണ് പലപ്പോഴും എല്ലാവരും അവഗണിക്കുന്നില്ല. ഇനിയും എല്ലാവരിലേക്ക് എത്താത്തൊരു മേഖലയാണ് പങ്കുവയ്ക്കലിൻ്റെ ഒരു സുവിശേഷം. ആ രീതിയിൽ നമ്മൾ പങ്കുവയ്ക്കൽ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ വരുമാന മാർഗത്തെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. അത് കൊടുത്ത് തുടങ്ങിയവർക്ക് ആദ്യം ഈ സ്വാർത്ഥതയുടെ ആ ഒരു ആവരണം പൊട്ടിക്കുമ്പോഴാണ് കുറച്ച് വിഷമം. അത് പൊട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ അതൊരു സ്വഭാവമാണ്. പിന്നെ കൊടുത്തില്ലെങ്കിലാണ് അവർക്ക് വിഷമം. കൊടുത്തിട്ട് ആരും ഇതുവരെ ദരിദ്രനായിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ദശാംശം മുഴുവൻ എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുവിൻ, സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കില്ലേ എന്ന് നിങ്ങൾ എന്നെ പരീക്ഷിച്ച് നോക്കി. മാത്രമല്ല, സഭ പഠിപ്പിക്കുന്നു, പാപം കുമ്പസാരത്തിൽ നമ്മൾ പാപം ഏറ്റു പറയുമ്പോൾ പുരോഹിതൻ പാപക്ഷമം തരുമ്പോൾ ആ പാപം ക്ഷമിക്കപ്പെടുന്നു. പക്ഷെ പാപത്തിൻ്റെ കടങ്ങൾ നമ്മൾ വീട്ടേണ്ടതായിട്ടുണ്ട്. അത് പ്രായശ്ചിത്ത പ്രവൃത്തിയിലൂടെയും പരിഹാര പ്രവൃത്തിയിലൂടെയാണ് ആ കടം വീട്ടേണ്ടത്. അതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒന്നായിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ഒരാധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ കൂടെ ഒരുമിച്ച് പോരേണ്ട ഒരു മേഖല കൂടിയാണ് പരസ്നേഹ പ്രവൃത്തി അല്ലെങ്കിൽ ദാനധർമ്മശീലം. ആ മേഖലയിൽ ഇനിയും നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെറിയ ഒരു അരമണിക്കൂർ പ്രസംഗവും ബാക്കി നമ്മൾ ആരാധനയായിട്ടാണ് ഈ വാരാന്ത്യ ധ്യാനം പോകുന്നത്. ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ചെയ്യാത്തവർക്ക് ചെയ്യാനുള്ള കൃപാവരം പരിശുദ്ധാത്മാവ് നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ദരിദ്ര വിധവ തനിക്കുണ്ടായിരുന്നത് ഒരു ചെമ്പ് തൊട്ട് മാത്രമാണെങ്കിലും അതുകൂടെ സമർപ്പിക്കാനുള്ള സന്മനസ്സ് കാണിച്ച ആ മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ. അതുവഴി ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടാൻ, വിഷമത്തിലും കഷ്ടപ്പാടിലും ഇരിക്കുന്ന മക്കളുടെ പഠനത്തിന് വേണ്ടി, ഒരു വീടിനു വേണ്ടി, വിവാഹത്തിന് വേണ്ടി, മരുന്നിനു വേണ്ടി കഷ്ടപ്പെടുന്ന മക്കൾക്ക് ഒരു ചെറിയ സഹായം ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകിയ ആദിമസഭയുടെ ആ ചൈതന്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. ആത്മാവുണരുന്ന നിമിഷം,
ഈശോയിഴും നള്ളും നിമിഷം ഇത് ആരാധനയുടെ നിമിഷം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, നിൻ തിരുമുൻപിൽ നിന്നിടുമ്പോൾ, നിന്റേതായി തീർന്നിടുമ്പോൾ, ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം. നാഥ ആനന്ദപൂരിതമാത്മം. ദുഃഖങ്ങളില്ല, ഭാരങ്ങളില്ല, പ്രത്യാശയൊന്നു മാത്രം. നാഥ ആനന്ദപൂരിതമാത്മം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. നമ്മുടെ വാരാന്ത്യ ധ്യാനത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. നമ്മൾ ചിന്തിച്ചത് ദാനധർമ്മത്തെക്കുറിച്ചാണ്, നമുക്കുള്ളത് പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് പങ്കുവയ്ക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം അത് കൂടി വരികയാണ്. പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ അതില്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ആ വേദന, തൊട്ടപ്പുറത്ത് ബംഗ്ലാവിൽ നടക്കുന്ന ധൂർത്ത്, തമ്പുരാൻ്റെ തിരുമുമ്പിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരില്ലേ? ഇല്ലെങ്കിൽ ധനവാന്റെയും ലാസറിൻ്റെ ഉപമ കർത്താവ് പറയില്ലല്ലോ. ഒരു വാക്ക് പോലും തമാശ ഈശോ പറഞ്ഞിട്ടില്ലല്ലോ. സത്യം സത്യമായി എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർക്കേണ്ടത് ആവശ്യമില്ല, വെട്ടിക്കളയേണ്ട ആവശ്യവുമില്ല. അതങ്ങനെ തന്നെയാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ സമ്പത്തുള്ളവർ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ ദാരിദ്ര്യം നീക്കാനുള്ളതേ ഉള്ളൂ. ഏതായാലും ദൈവവിശ്വാസികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ വിധവയ്ക്കുണ്ടായിരുന്ന ആ ചെമ്പ് തൊട്ടിടാനുള്ള ആ നല്ല മനസ്സ് ഇനിയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുകയും ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജീവിതം എത്ര നീളും എന്നറിയില്ല. യജമാനൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എനിക്ക് വിശന്നു, നീ ഭക്ഷിക്കാൻ തന്നു, കുടിക്കാൻ തന്നു, വസ്ത്രം തന്നു, വീട് തന്നു, രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ദൈവരാജ്യം സ്വന്തമാക്കുവിൻ. അത് കേൾക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ലെങ്കിൽ ഇനിയും സമയമുണ്ട്, ഇനിയും നമ്മുടെ മുമ്പിൽ സമയമുണ്ട്. നമ്മുടെ ജീവിത ശൈലി ഒന്ന് മാറ്റി. അലാസർ പറഞ്ഞല്ലോ, നീ ഭക്ഷണമേശയിൽ നിന്റെ മക്കൾക്ക് വിളമ്പുന്ന ഒന്നും എനിക്ക് വേണമെന്നില്ല. താഴെ വീഴുന്ന ഉച്ഛിഷ്ടം, നമ്മുടെ ധൂർത്ത്, അതൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കുടുംബം രക്ഷപ്പെടുമായിരുന്നു. സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മളൊന്ന് കാണണം പാവപ്പെട്ടവൻ്റെ വിശപ്പും കണ്ണുനീരും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യവും. എന്നിട്ട് വേണം നമ്മൾ ധൂർത്തിലേക്ക് തിരിയാൻ. വലിയ ദൈവാനുഗ്രഹം കടന്നു വരുന്നൊരു മേഖലയാണ് പങ്കുവയ്ക്കലിൻ്റെ മേഖല.
നമുക്ക് തമ്പുരാൻ്റെ മുൻപിൽ നമ്മളെ ആശീർവദിക്കാൻ വേണ്ടി എസേക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-25 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന പോലെ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം അവിടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയും. സകല വിഗ്രഹങ്ങൾ നിങ്ങൾ നിർമ്മലരാക്കപ്പെടും. ഒത്തിരി വിഗ്രഹങ്ങൾ കാണും നമ്മുടെ ഉള്ളിൽ. പണമാകുന്ന വിഗ്രഹം, മദ്യം, ചില തെറ്റായ ബന്ധങ്ങൾ. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനു കൊടുത്തിരിക്കുന്നു അത് തന്നെയാണ് എൻ്റെ വിഗ്രഹം. ആ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അതിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. അടുത്ത വചനം പറയുകയാണ്, ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ആ ധനവാന്റെ ഹൃദയം കരിങ്കല്ലായതുകൊണ്ടാണ് പടിവാതിൽ കിടക്കുന്ന ലാസർ, അവനും ദൈവത്തിൻ്റെ മകനാണ്, അവനും ദാഹമുണ്ട്, അവനും വിശപ്പുണ്ട്, അവനും ഒരു നേരത്തെ മരുന്നിനു വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് തോന്നാത്ത ഹൃദയം കഠിനമായതുകൊണ്ട്. അങ്ങനെ കഠിനമായ ഹൃദയം മാംസളമാകുമ്പോൾ, അവരെൻ്റെ വേദന സ്വന്തം വേദനയായി കാണുമ്പോൾ, അവനെൻ്റെ വിശപ്പ് സ്വന്തം വിശപ്പായി കാണുമ്പോൾ, അവരെൻ്റെ ആവശ്യം സ്വന്തം ആവശ്യമായി കാണുമ്പോൾ പങ്കുവയ്ക്കാൻ തയ്യാറാകും. അതുവഴി സമൂഹത്തിൽ, സഭയിലും സമൂഹത്തിലും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാകും. ആദിമസഭ അങ്ങനെയാണ്. അവരാരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആരുമില്ലായിരുന്നു. അവരുടെ മേൽ കൃപാവരം സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. അവർ ശക്തിയോടുകൂടി ദൈവവചനത്തിന് സാക്ഷ്യം നൽകി. വചനപ്രഘോഷണത്തിനോടൊപ്പം കുമ്പസാരവും കുർബാനയും കൂദാശയോടൊപ്പം ഇന്ന് സഭ ചെയ്യുന്ന അത്രയും, ചെയ്തിട്ടുള്ള അത്രയും ഈ മേഖലയിൽ കാരുണ്യ പ്രവൃത്തി വേറെ ഒരു മതസ്ഥരും ചെയ്തിട്ടില്ല. തിരുസഭ ചെയ്യുന്ന അത്രയും അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടി, എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി, മാനസിക രോഗികൾക്ക് വേണ്ടി, കുഷ്ഠരോഗികൾക്ക് വേണ്ടി ആരും ഇറങ്ങിച്ചെന്ന് ശുശ്രൂഷിച്ചിട്ടില്ല. എങ്കിലും ചില സ്ഥലത്തെ സ്വാർത്ഥതകൾ അതിന് മങ്ങലേൽപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പങ്കുവയ്ക്കുന്ന പാവപ്പെട്ടവരുടെ കരുണയുള്ള ഒരു ഹൃദയം ഞങ്ങൾക്കെല്ലാം നൽകണമേ. നമുക്കൊരു നിമിഷം ഒന്ന് കരമുയർത്തി, സ്വരമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, സമ്പത്തിനെ ദൈവമായി കണ്ടുകൊണ്ട് സക്കേബൂസ് വാരിക്കൂട്ടി തെറ്റായ രീതിയിലും പാവങ്ങളെ പീഡിപ്പിച്ചും അവൻ സമ്പത്ത് അവൻ്റെ ദൈവമായിരുന്നു അവൻ വാരിക്കൂട്ടി. യഥാർത്ഥ ദൈവം, സത്യദൈവം അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൻ്റെ മനം, കരിങ്കല്ലായ ഹൃദയം മാംസളമായി. അവനവൻ്റെ സ്വത്ത് മുഴുവൻ പകുതി വിറ്റ് ദരിദ്രം കൊടുക്കാൻ തയ്യാറായി. വഞ്ചിച്ചെടുത്ത് 4 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ തയ്യാറായി. കർത്താവ്, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ആരെങ്കിലും സ്വാർത്ഥരാണെങ്കിൽ, അറിയിക്കാത്ത സമ്പത്ത് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, അറിയിക്കുന്ന സമ്പത്ത് സ്വാർത്ഥതയോടെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, തിരുവചനമനുസരിച്ച് ദശാംശം മാറ്റിവെക്കാനുള്ള ഒരു മനസ്സ്, അത് ആവശ്യക്കാരുമായി പങ്കുവെക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ലോകത്തിലെ സകല സമ്പന്നരെയും സകല ദരിദ്രരെയും കർത്താവിന് സമർപ്പിച്ച് അത് കരകവിഞ്ഞ് ആ പാവപ്പെട്ടവരിലേക്ക് ഒഴുകാനുള്ള നല്ല മനസ്സിന് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരുണയുള്ള ദൈവമേ, സമ്പത്തിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന, ദ്രവ്യാസക്തി തന്നെയാകുന്ന വിഗ്രഹാരാധന എന്ന തിരുവചനം അനുസരിച്ച് ദ്രവ്യത്തിന് പ്രഥമസ്ഥാനം കൊടുത്തിരിക്കുന്ന മക്കൾക്ക് മാനസാന്തരത്തിന് കൃപ കൊടുത്ത് പങ്കുവയ്ക്കുന്ന സുവിശേഷം കേരള സഭയിൽ കത്തിപ്പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസഭയിൽ കത്തിപ്പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കാനുള്ള കൃപാവരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി
എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈശോ പറയുകയുണ്ടായി, യഥാർത്ഥ നിക്ഷേപം ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. പത്രത്തിൽ കണ്ടു, കോടിക്കണക്കിന് പണം ട്രഷറിയിൽ നാഥനില്ലാതെ കെട്ടിക്കിടക്കുക. ഒരുപക്ഷെ അത് നിക്ഷേപിച്ച വ്യക്തി മരിച്ചുപോയി, അടുത്ത അവകാശി ആരും വന്നിട്ടില്ല. യൂറോപ്പിൽ നമുക്കറിയാം, കോടികൾ ആരുമില്ല അടുത്ത അവകാശി, പട്ടിയുടെയും പൂച്ചയുടെയും പേരിൽ എഴുതി വെച്ച് മരിച്ചു പോകുന്നു. മറ്റു ചിലത് അവസാനം മുനിസിപ്പാലിറ്റി കണ്ടുകെട്ടുന്നു. ഒരു വശത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഈശോ ചെയ്തത്, നിങ്ങളുടെ ഹൃദയം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ നിക്ഷേപം. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കരുത്. കരുതി വെച്ച നിക്ഷേപമാണ്. ഇപ്പോൾ കോടികൾ ആരുടേതാണെന്ന് അറിയില്ല, അത് കണ്ടുകെട്ടി പോവുകയാണ് സർക്കാരിലേക്ക്. ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ജോബ് പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി പിൻവാങ്ങും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ശേഖരിക്കുന്ന സമ്പത്ത് നമ്മുടെ മക്കൾ കൂടി അത് ഉപയോഗിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. ആ മക്കൾക്കും കുടുംബത്തിന് അപ്പൻ അമ്മ ചെയ്യുന്ന ദാനധർമ്മത്തിൻ്റെ അനുഗ്രഹം കുടുംബങ്ങളിലും മക്കളിലേക്ക് കൂടി കടന്നു വരുന്നു. അതാണ് നിലനിൽക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു ദിവസത്തേക്ക് ഞാങ്ങണ പോലെ പട്ടിണി കിടന്ന് തലയും കുനിച്ച് നടക്കുന്നതാണോ നിങ്ങൾ പറയുന്ന യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത്? അതല്ല. വിശക്കുന്നതിനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതന് വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടിപ്പിക്കുകയും, അതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. എന്നിട്ട് നീ ഒന്ന് വിളിച്ചു നോക്ക്, നീ വിളിച്ചു തീരുന്നതിന് മുൻപ് ഇതാ ഞാനൊന്ന് ഉത്തരം തരും എന്നാ കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആരാധന, വിശുദ്ധ കുർബാന, മറ്റു കുദാശകൾ അതിനോടൊപ്പം പോകേണ്ടതാണ്. പാപങ്ങളോടുള്ള കരുണ. കൊച്ചുകുട്ടികളായിരിക്കും വേദപാഠ ക്ലാസ്സിൽ തന്നെ ഈ ഒരു ബോധ്യം കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ദശാംശം മാറ്റിവെക്കുകയും ശമ്പളത്തിൻ്റെ, കൃഷിയുടെ കിട്ടുന്നതിൻ്റെ 10-1 മാറ്റിവെക്കുമ്പോൾ ഒരിക്കലും നമുക്ക് കുറവ് വരില്ല. ഇത് പിടിച്ചു വയ്ക്കും തോറും നമ്മുടെ വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത രോഗപീഠകൾ, ഏത് ബിസിനസ് ചെയ്താലും ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല. പങ്കുചേർന്ന് ചില ബിസിനസ് തുടങ്ങി, കൂട്ടുകാരൻ വഞ്ചിച്ചു, ലക്ഷങ്ങൾ കോടികൾ കടമായി. ഇങ്ങനെ ചിലർ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴവർ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ കൂടോത്രം ചെയ്തു, ഇവർ കൂടോത്രം ചെയ്തു എന്നൊക്കെ പറയും. ഏക കാരണമായിട്ടല്ല ഞാൻ പറയുന്നത്, പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. ദശാംശം വയ്ക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ അതിൻ്റേതായ കുറവുകൾ ഉണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. ബൈബിൾ അത് പഠിപ്പിക്കുന്നുണ്ട്. മലാക്കി പ്രവാചകന്റെ പുസ്തകം അധ്യായം 3:7 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ജനം മുഴുവൻ അഭിശപ്തരാണ്, ഒരു ശാപം കിടപ്പുണ്ട്. എന്താണ് ആ ശാപം? ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ നിങ്ങൾ കഷ്ടപ്പെട്ടപ്പോൾ പൂർവികർ നിലവിളിച്ച് അപേക്ഷിച്ച് ആ പ്രാർത്ഥന കേട്ടു. തേനും പാലും ഒഴുകുന്ന ഒരു രാജ്യത്തേക്ക്, ഒരു നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു. പോരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞിരുന്നു, ഈ സ്ഥിതിയൊക്കെ മാറും, ഈ സ്ഥിതിയെല്ലാം മാറും. നിങ്ങളുടെ സ്വർണവും വെള്ളിയൊക്കെ പെരുകും, ആടുമാടുകൾ വർദ്ധിക്കും, സമൃദ്ധി ഉണ്ടാകും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ ഭാഗത്തുനിന്ന് മലബാറിലേക്ക് സമ്പത്തുമായിട്ട് വന്നവരുണ്ട്, വെറും കൈയോടെ വന്നവരുണ്ട്, ഒത്തിരി ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചവരുണ്ട്. ഇത് നമുക്ക് ഉപമിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഇസ്രായേൽ ജനങ്ങളും ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് വന്നത്. 50, 60, 70 വർഷം കഴിഞ്ഞ് സ്ഥിതി മാറി. ഇന്ന് കൊട്ടാരമുണ്ട്, ഇന്ന് വാഹനമുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്. അപ്പം അത് ഓർക്കണം എന്നാണ് പറയുന്നത്. ആ കാര്യങ്ങൾ നീ മറക്കരുത്. അതെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ, ഒരു 60 വർഷം മുൻപ് ഞാൻ സാമ്പത്തികമായിട്ട് ഏത് സ്ഥിതിയിലായിരുന്നു അതേ സ്ഥിതിയിൽ ഉള്ള ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഓർക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം തന്ന ഈ സമൃദ്ധിയിൽ നിന്നൊരു പങ്ക് അവർക്ക് കൂടി പങ്കുവെക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാത്തവരുടെ മേലാണ് മലാക്കി
3:7 മുതലുള്ള നിങ്ങൾ അഭിഷക്തരാണ്. എന്നിട്ട് ദൈവം പറയുകയാണ്, ആ ശാപം മാറാനുള്ള വഴി ദശാംശം മുഴുവൻ എൻ്റെ ആലയത്തിൽ കൊണ്ടുവരുവിൻ. സ്വർഗ കവാടങ്ങൾ തുറന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കില്ലേ എന്ന് നിങ്ങൾ എന്നെ പരീക്ഷിച്ച് നോക്കുവിൻ. അനുഗ്രഹം എന്ന് പറയുമ്പോൾ ചിലരുടെ സമ്പത്തുണ്ട്, പക്ഷെ ഒരു മകൻ വഴി തെറ്റിപ്പോയി. ആ അപ്പനും അമ്മയ്ക്കും കണ്ണുനീരാണ്. അവൻ കഞ്ചാവിൽ പെട്ട് അടിപിടി വെട്ട് കുത്തു കേസായി ആ കുടുംബത്തിന് പേരുദോഷമായിട്ടൊരു മകൻ ഇങ്ങനെ നടക്കുക. അങ്ങനെ മുള്ളുന്ന ആ കുടുംബത്തിലുണ്ട്. ഒരു മകളെ വിവാഹം കഴിച്ചയച്ചു, അവിടെ സ്വസ്ഥതയില്ല. അവളുടെ കണ്ണുനീരുന്ന അപ്പൻ്റെ അമ്മയുടെ ഉറക്കം കെടുത്തുക. ഒരു മകൾ പഠിച്ചു, അല്ലെങ്കിൽ മകൻ പഠിച്ചു, ജോലിക്ക് വേണ്ടി അലയുന്നു. ഈ വർഷം കൂടി കയറിയില്ലെങ്കിൽ പ്രായം കടന്നു പോകും, എവിടെയും കയറാൻ പറ്റില്ല. ആ പഠിക്കാനെടുത്ത കടം അവിടെ കിടക്കുന്നു, വീട്ടാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല മേഖലകളെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്, സ്വർഗ കവാടങ്ങൾ തുറന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കില്ലേ എന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാനാണ് ദൈവം പറയുന്നത്. സക്കേവൂസ് ഒരു നോക്ക് ഈശോയെ കാണാൻ കൊതിയായിട്ടാണ് മരത്തിൽ കയറിയിരുന്നത്. അവൻ്റെ ആ ദാഹം കർത്താവ് കണ്ടു. നമ്മൾ പറയാറുണ്ടല്ലോ, പൂ ചോദിച്ചു പൂന്തോട്ടം കൊടുത്തു. ഒരു നോക്ക് മറഞ്ഞിരുന്ന് കാണാൻ കൊതിച്ച മനുഷ്യൻ്റെ വീട്ടിലേക്ക് ദൈവത്തിൻ്റെ പുത്രൻ കടന്നു ചെല്ലുക. അവിടെ ചെന്നൊരു പ്രസംഗവും പറഞ്ഞില്ല. ദാനധർമ്മത്തിൻ്റെ ഗുണത്തെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചില്ല. വഞ്ചിച്ചും പറ്റിച്ചും എടുക്കുന്നതിൻ്റെ ദുഷ്ടതയെക്കുറിച്ച്, അത് മക്കളുടെ മേൽ വന്നു ഭവിക്കുന്ന ശാപത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പണച്ചാക്കിൻ്റെ കൂടെ ഇരുന്നപ്പോഴുണ്ടായ ഹൃദയത്തിൻ്റെ ഒരു വിങ്ങലും ഒരു നൊമ്പരവും, എല്ലാം ത്യജിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന ദൈവസുതൻ്റെ കൂടെ ആയിരുന്നപ്പോൾ അനുഭവപ്പെടുന്ന ഒരു ആനന്ദവും, ഇതിൽ നിന്നൊരു പാഠം പഠിച്ചിട്ട് സ്വയം എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. എൻ്റെ സ്വത്തിൽ പകുതി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഇന്ന് നീ മരിക്കുകയാണെങ്കിൽ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്നല്ല, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈ വ്യക്തി വഞ്ചിച്ചും ദ്രോഹിച്ചും ഉണ്ടാക്കിയ പണം അത് അനുഭവിക്കുന്ന ആ മക്കളിലേക്ക് കൂടി അതിൻ്റെ ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു. ഉചിതമായി തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിനാണ് രക്ഷ കൈവന്നത്. ഇന്ന് നീ ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ മകനാണ്. ഇവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ സ്നാപയോഹന്നാൻ മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ പലരും വന്ന് ചോദിക്കുന്നു, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ശ്രോതാക്കൾ ചോദിച്ചു, ഞങ്ങൾ എന്ത് ഫലമാണ് പുറപ്പെടുവിക്കേണ്ടത്? വേണമെങ്കിൽ സ്നാപയോഹന്നാന് പറയാം, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവേ 10 പ്രാവശ്യം ചൊല്ലി കാഴ്ചവെക്കാനായിട്ട് പറയാമായിരുന്നു. അതല്ല സ്നാപയോഹന്നാൻ കൽപ്പിച്ച പ്രായശ്ചിത്തം. 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് ഉടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. കുമ്പസാരക്കൂട്ടിൽ നമുക്ക് തിരുസഭ നൽകുന്ന പ്രായശ്ചിത്തം ഒരു സൂചനയാണ്. മകനെ, യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്താൽ സൗജന്യമായിട്ട് നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ പാപകടങ്ങൾ സൽക്കർമ്മങ്ങളിലൂടെ, പ്രായശ്ചിത്ത പ്രവൃത്തിയിലൂടെ, പരോപകാര പ്രവൃത്തിയിലൂടെ നീ വീട്ടണം എന്നുള്ള സൂചനയാണ് സഭ തരുന്നത്. അതുകൊണ്ടാണ് പ്രഭാഷണ പുസ്തകം 3:30 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. ഈ ഒരു ശീലത്തിലേക്ക് വചനവുമായിട്ട് വേണ്ടത്ര അറിവ് നമുക്കില്ലാത്തതിൻ്റെ പേരിൽ വേണ്ടത്ര നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒത്തിരി വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച്, ഞാൻ പറഞ്ഞല്ലോ, അറിവിൻ്റെ കുറവ് നമുക്കില്ല. ഇനിയുള്ള കാലം നമുക്ക് കിട്ടിയ അറിവ് ജീവിക്കേണ്ട കാലമാണ്. ഇന്നത്തെ ഈ ആഴ്ചത്തെ വാരാന്ത്യ ധ്യാനത്തിൻ്റെ 3-ാമത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പുത്തൻ അറിവോ ഒന്നുമല്ല ഞാൻ പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകി ജനലക്ഷങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ജോബിൻ്റെ കാര്യം നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. ഒരു വശത്ത് നിന്ന് ആയിരങ്ങൾ സ്വാഭാവിക മരണം വഴി ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ 10,000 പകർച്ചവ്യാധി വഴി യാത്ര പറയുകയാണ്. ജീവിതത്തിൻ്റെ ഏത് വളവിലാണ് അവൻ പതിയിരിക്കുന്നത്? എവിടെയാണ് എന്നെ പിടികൂടുന്നത്? എപ്പോഴാണ് എൻ്റെ ദേഹിയിൽ നിന്ന്, ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. 6 അടി മണ്ണിൽ പോയിട്ട് എനിക്ക് ആർക്കും നന്മ ചെയ്യാൻ പറ്റില്ല. നന്മയോ തിന്മയോ ചെയ്യണമെങ്കിൽ ജീവനുള്ളപ്പോഴേ സാധിക്കൂ. 1 രൂപ പോലും നമ്മൾ കൊണ്ടുവന്നില്ല, 1 രൂപ പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷേ ഈശോ പറഞ്ഞു, ഈ അധാർമികമായ സമ്പത്ത് കൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കളെ നേടിക്കൊള്ളുക. അത് കൈവിട്ട് കഴിയുമ്പോൾ
അവർ നിങ്ങളെ നിത്യകൂടാരത്തിൽ സ്വീകരിക്കും. ഈ നശിച്ചു പോകുന്ന സമ്പത്ത് കൊണ്ട് ഇല്ലാത്തവൻ്റെ കണ്ണുനീരൊപ്പുമ്പോൾ, അവൻ്റെ പാത്രത്തിലെ ഭക്ഷണമായിട്ട് മാറുമ്പോൾ, ഈ സമ്പത്ത് ഈ ലോകത്തിലെ യാത്ര, നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി നിത്യ കവാടം തുറക്കും. പുഞ്ചിരിച്ചുകൊണ്ട് ഈശോ തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ദൈവരാജ്യം സ്വന്തമാക്കുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഇനിയും ഇത് പറയത്തക്ക രീതിയിൽ എനിക്ക് സമ്പത്തുണ്ടായിട്ട് 10, 60, 70, 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഇതുപോലെ പറയത്തക്ക രീതിയിൽ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഇനിയും സമയമുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് ദൈവം പറയുക. ഒരിക്കലും നമ്മൾ ദരിദ്രനോട് മുഖം തിരിക്കരുത്. ദരിദ്രനോട് കരുണ കാണിക്കാത്തവന് നിലവിളിക്കേണ്ടി വരും, പക്ഷെ ആ നിലവിളി ആരും കേൾക്കില്ലെന്നാണ് സുഭാഷിതം പറയുന്നത്. ദരിദ്രനോട് കരുണ കാണിക്കാത്തവന് കരയേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ രോഗം മൂലമായിരിക്കും വൈദ്യശാസ്ത്രം കൈവിടിഞ്ഞു, അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുക, പക്ഷെ അതിന് ഉത്തരം കിട്ടണം എന്നില്ല. ദരിദ്രരോട് കരുണ കാണിക്കാത്തവന് നിലവിളിക്കേണ്ടതായിട്ട് വരും, പക്ഷെ ആ നിലവിളി ആരും കേൾക്കില്ല. പ്രഭാഷകൻ 35 പറയുന്ന, അത്യുന്നതൻ നൽകിയതുപോലെ പിശുക്ക് കാണിക്കണ്ട, അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക. 7 ഇരട്ടിയായിട്ട് തിരിച്ചു തരുന്നവനാണ് അവൻ. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ നൽകുക, 7 ഇരട്ടിയായിട്ട് തിരിച്ചു തരുന്നവനാണ് ദൈവം. അങ്ങനെ ദൈവനാമത്തിൽ ദാനധർമ്മം ചെയ്യുന്ന, ദശാംശം മാറ്റിവെക്കുന്ന മക്കളുടെ മേൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുതലുണ്ട്. അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് അതിന് ഉത്തരം വരളുന്നു. ഈ നല്ലവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ വാരാന്ത്യ ധ്യാനം സമർപ്പിച്ച്, കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനം നടത്തിയ സഹോദരനെയും ആ ധ്യാനത്തിൽ പങ്കെടുത്തവരെയും, ഇന്ന് ഈ വാരാന്ത്യ ധ്യാനത്തിൽ 3 ദിവസം പങ്കെടുത്ത മക്കളെയും, ഇപ്പോഴാരാധനയിലായിരിക്കുന്ന മക്കളെയും, അടുത്ത വാരാന്ത്യ ധ്യാനത്തിന് വചനം പങ്കുവയ്ക്കുന്ന വ്യക്തിയെയും അവരുടെ നിയോഗങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. ഒരു വാക്കുച്ചരിച്ചാൽ മതി, ഒന്ന് നോക്കിയാൽ മതി ഈ അലകടലെല്ലാം ശാന്തമാകാൻ. ആ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. സമാപന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിയോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ജീവിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും